ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ, എല്ലാവർക്കും വളരെ എളുപ്പമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ലേ? അപ്പം നമുക്ക് ആ പരീക്ഷയിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അപ്പം ആ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വളരെ വേഗം നോക്കാനും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൂൾ ഓഫ് ടൈം തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ യുക്തിപൂർവമായിട്ട് തന്നെ വിനിയോഗിക്കേണ്ടതാണ്. അല്ലാതെ ആ സമയത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് എന്താണെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കാതെ എല്ലാ ക്വസ്റ്റ്യൻസും ചുമ്മാ ഓടിച്ചൊന്ന് നോക്കി നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കുറിച്ചുള്ളൊരു ഐഡിയ ആ കൂൾ ഓഫ് ടൈമിൽ കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്തതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 1 to 5 എന്ന് പറയുന്നത് റീഡ് ദ എക്സ്ട്രാക്ട് ഫ്രം അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പം ഓരോ ക്വസ്റ്റ്യനും തന്നിരിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 1 മാർക്കാണ്. നമ്മളപ്പം ഏത് രീതിയിൽ എഴുതണം എന്നുള്ളത് നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച ചാപ്റ്ററാണ്. എന്നാലും നമുക്ക് ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ്സ് ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഏതാണ് തന്നിരിക്കുന്നത്? ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ ഫിഗ് ട്രീസ് എന്നൊക്കെ പറഞ്ഞ് റെഡ് ഫിഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു 2 പാരഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നമ്മളിത് പഠിച്ച ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇനി നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പാരഗ്രാഫ് ഒന്ന് വായിക്കാം, അല്ലെങ്കിൽ പാരഗ്രാഫ് ഒരു പ്രാവശ്യം വായിക്കുന്നത് നല്ലതാണ്, കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് നമ്മൾ കിട്ടും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വെൻ വുഡ് ബേർഡ്സ് ഫോക്ക് ഇൻ ടു ദ ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഏത് സമയത്താണ് കിളികൾ അല്ലെങ്കിൽ കൂടുതൽ കിളികൾ നമ്മുടെ ട്രീയിൽ ബനിയൻ ട്രീയിൽ വന്ന് ഇരിക്കുന്നത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് തന്നെയുണ്ട് ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് റെഡ് ഫിഗ്സ്. അന്നേരമാണ് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മെനി ബേർഡ്സ് വിൽ ഫ്ലോക്ക് ഓൺ ദി ബനിയൻ ട്രീ ഡ്യൂറിങ് സ്പ്രിംഗ് സീസൺ ആൻഡ് അറ്റ് ദാറ്റ് ടൈം എന്താണ് ഒത്തിരി സ്മോൾ റെഡ് ഫിഗ്സ്. The tree will be filled with small red figs, so many birds will be flocking in the banyan tree during spring season. അപ്പോൾ നമുക്കിവിടെ 2 കാര്യങ്ങളാണ് എഴുതാനുള്ള. ഒറ്റ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. സ്പ്രിംഗ് സീസൺ ആണെന്ന് എഴുതണം, ഒത്തിരി സ്മോൾ റെഡ് ഫിഗ്സ് ആ കായകളുണ്ടെന്നുള്ളത് എഴുതണം. അപ്പോൾ ഇത് 2 കാര്യം എഴുതാം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ a word in the passage means noisy choral. Identify the word. ഇനി നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു വാക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നോയ്സി കോറൽ എന്ന് പറയുന്ന ആ വാക്ക് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളിവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തൊക്കെയാണുള്ളത്? ബേർഡ്സിനെ കുറിച്ച് ആദ്യം പറഞ്ഞു, ഏതൊക്കെ മാസമാണ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏതൊക്കെ ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ട്? ദ റെഡ് ബോട്ടം ബുൾബുൾ, ചിയർഫുൾ ആൻഡ് ഗ്രീഡി, ഗോസിപ്പിംഗ്, റോസി പാസ്റ്റേഴ്സ്, ദ പാരറ്റ്സ്, ക്രോസ്, സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. സ്ക്വാബ്ലിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നോയ്സി അല്ലേ? അപ്പം അവിടെ സ്ക്വാബ്ലിംഗ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. വാട്ട് ഡിഡ് ദ ബോയ് ഡു വൈൽ സിറ്റിംഗ് ഓൺ ദി പ്ലാറ്റ്ഫോം ഓൺ ദി ബനിയൻ ട്രീ? അപ്പം ഇനി അടുത്തെന്ന് പറയുന്നത് ഈ ചെറുക്കൻ എന്താണ് ബനിയൻ ട്രീയിൽ ഇരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ അടുത്ത എന്താണ് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കുക. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽഡ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൻ സ്പെൻഡ് ദി ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. അപ്പോൾ എന്താണ് ചെയ്തിരുന്നത്? ഈ ചെറുക്കൻ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. He was living there, or he used to sit. The boy used to sit on this small platform built on the tree. അതാണ് ആൻസർ. How did the banyan tree become the noisiest place? എങ്ങനെയാണ് ബനിയൻ ട്രീ വളരെ നോയ്സിയസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആയി മാറിയത്? എങ്ങനെയാണ് ഒത്തിരി ബേർഡ്സ് എല്ലാം കൂടെ വന്ന് ഈ ഫിഗ് ട്രീസിലെ ഈ മരത്തിൽ ബനിയൻ ട്രീയിലെ ഫിഗ്സ് അല്ലെങ്കിൽ ആ കായ്കൾ തിന്നാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. ഫിഗ് എന്ന് പറയുന്നത് ആ ബനിയൻ ട്രീയിലെ കായ്കളാണ്. അപ്പോൾ ആ കായ്കൾ തിന്നാൻ വേണ്ടിയിട്ട് വന്ന് ഒത്തിരി അധികം കിളികൾ വന്നിട്ട് അവർ പരസ്പരം വഴക്കുണ്ടാക്കുമ്പോഴാണ്
when the birds started quarreling with each other or fighting with each other for getting the ripe red figs from the tree, the banyan tree became the noisiest place. Name the books that gave the boy the mixed reading experience. ഇവിടെ കുറച്ച് ബുക്സിന്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി ബനിയൻ ട്രീയിൽ പോയിരിക്കുന്ന സമയത്ത് വായിക്കുന്ന കുറച്ച് ബുക്കുകളുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയുണ്ട്? ട്രഷർ ഐലൻഡ് ഉണ്ട്, ഹക്കിൾബെറി ഫിൻ ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ പേരും അതിന്റെ സ്പെല്ലിങ്ങും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് കുറച്ച് പ്രാവശ്യം എഴുതിയോ കാണാൻ പഠിക്കുക, എങ്ങനെയെങ്കിലും കാണാൻ പഠിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ദ മൗഗ്ലി സ്റ്റോറീസ് ഉണ്ട്, ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബോറോസ് ഉണ്ട്, ലൂസിയ മേ ആൽക്കോട്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണാൻ പഠിച്ചു വെക്കേ നിവൃത്തിയുള്ളൂ, വേറെ യാതൊരു മാർഗം ഇല്ല. അതിൻ്റെ അല്ലെങ്കിൽ ഇതിപ്പോൾ എക്സ്ട്രാക്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ കോപ്പി അടിച്ചു വെക്കാം അല്ലേ, അത് നോക്കി എഴുതാം. അപ്പോഴേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്, ഫ്രീയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡിലാണോ, ഏതൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണേണ്ടത്, ആ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഷെയറൊക്കെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അങ്ങ് ഡിസ്ലൈക്ക് അടിച്ചവർ. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി വേറെ ഏതൊക്കെ പോർഷൻസ് ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതുപോലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻസ് ആയിട്ട് ഇടുക. അപ്പം നമുക്ക് വീണ്ടും സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തതും ഒരു എക്സ്ട്രാക്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 4x1 എന്നാണ് ഇതിൻ്റെ അകത്ത് പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. അപ്പം 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ചോദിച്ചിരിക്കുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നുള്ള പോയത്തിൽ നിന്നാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം 2 സ്റ്റാൻസയാണ് തന്നിരിക്കുന്നത്. ഐ ഹേർഡ് 1,000 blended notes while in a grove I sat reclined in that sweet mood when pleasant thoughts bring the sad thoughts to the mind. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. ഈ 2 സ്റ്റാൻസസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 ഒന്ന് നോക്കാം. What does the poet mean by the expression 1,000 blended notes? 1,000 blended notes ന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1,000 blended notes എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള നേച്ചറിലുള്ള നിരവധി സൗണ്ട്സ്. The poet was sitting in a grove, so he could listen to a lot of noise from the nature. Adana 1,000 blended notes. All the notes or all the sounds of the nature were blended. Blended എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല യോജിച്ച് വരുന്നതാണ് blended എന്ന് പറയുന്നത്. Okay. Why did the pleasant thoughts bring sad thoughts to the poet's mind? എന്തുകൊണ്ടാണ് പോയറ്റിൻ്റെ മനസ്സിൽ പ്ലസന്റ് തോട്ട്സ് വന്നപ്പോഴത്തേക്കിനും എന്തുകൊണ്ട് സങ്കടപ്പെട്ട അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ലോകത്ത് നടന്നിട്ടുള്ള നിരവധി പ്രശ്നങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ചിന്ത വന്നത്. He started thinking about the greatest calamities that happened in the world and how people are fighting against people. All these sorts of thoughts came into the mind of the poet. Pick out an example of auditory image from the given lines. ഇതിൻ്റെ അകത്ത് വിഷ്വൽ, ഓഡിറ്ററി, അങ്ങനെ ഓൾഫാക്ടറി, അങ്ങനെ പല ഇമേജസ് നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ഓഡിറ്ററി എന്ന് പറയുമ്പം കേൾക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ തന്നെ എന്ന് പറയുന്നത് ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറയുന്നത് നമുക്കൊരു കേൾക്കുന്ന ഇമേജാണ്. അപ്പം ഇനി അടുത്ത് നോക്കാം. Identify the lines that tell us nature is linked to the soul of human beings. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ലൈൻ കണ്ടുപിടിക്കണം. നേച്ചറും ഹ്യൂമൻ സോളും ലിങ്ക്ഡ് ആണെന്നുള്ളത്, പ്രകൃതിയും മനുഷ്യനും ഇണങ്ങിയതാണെന്നുള്ളത് കാണിക്കാനായിട്ടാണ് ഒരു ലൈൻ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏത് ലൈനാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതാണ് നോക്കുന്നത്? To her fair works did nature link the human soul that through me ran. അപ്പം ഏതാണ് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നതിൽ സെക്കൻഡ് സ്റ്റാൻസയിൽ ഫസ്റ്റും സെക്കൻഡും ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. പിന്നെ ഇത് എഴുതുമ്പോൾ, അതായത് പോയം
നിന്ന് എഴുതുമ്പോൾ നമ്മൾ ഇൻവെർട്ടഡ് കോഡ്സ് ഇട്ടിട്ട് വേണം എഴുതാനായിട്ട്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് read the following lines from lines written in early spring and write a note of appreciation focusing on the theme, imagery and other poetic devices. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ പോയി കാണാം. അടുത്തെന്ന് പറഞ്ഞാൽ read the story given below and answer the question that follow. ഇത് ക്വസ്റ്റ്യൻ 11 to 15 ആണ്. ഇതിനും 5 into 1 വെച്ചിട്ടാണ് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ മാർക്ക് വീതമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പം ഇത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ അല്ല, അല്ലെങ്കിൽ ഉള്ള പോർഷൻ അല്ല. അപ്പം നമുക്ക് ഈ ചാപ്റ്റർ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ്സ് നമുക്ക് അറിയാത്തതാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. അപ്പോൾ ആദ്യത്തെ എന്താണ്? Where did the man send his sons to learn the lesson of life? ഓക്കെ, അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒരു അച്ഛനുണ്ട്, ഒരു സൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ മക്കളുണ്ട്. അപ്പം ഈ അച്ഛൻ ഈ പിള്ളേരെ എവിടെയോ വിട്ടു. ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. How did the second son describe the tree? അപ്പം രണ്ടാമത്തെ മകനുണ്ടെന്ന് മനസ്സിലായി. അവൻ ഒരു മരത്തെക്കുറിച്ച് എന്തോ പറഞ്ഞു, നമുക്കറിയില്ല എന്താണ്. How was the tree in autumn season? അപ്പം നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായി. ഇതൊരു ഓട്ടം സീസൺ ആണ്. അപ്പം ഓട്ടം സീസണിൽ ആ ട്രീയെ ഇവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. What made the father say that no one can judge a tree by only one season? അപ്പം ഇവിടെ എന്തോ ഫാദർ, അച്ഛൻ എന്തൊക്കെയോ മോറൽസ് മകനെ, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. What message did the father give his sons? അപ്പോൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനും അത് തന്നെയാണ്. എന്തോ മെസ്സേജ്, എന്തോ ഒരു മോറൽ അച്ഛൻ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ഈ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. There was a man who had 4 sons. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനുണ്ട്, 4 ആൺമക്കളുണ്ടായിരുന്നു. He wanted his sons to learn not to judge things too quickly, so he sent them each to go and look at a pear tree that was a great distance away. അപ്പോൾ ഈ അച്ഛന് മക്കളെ ഒരു കാര്യം പഠിപ്പിക്കണമായിരുന്നു. അതായത് ഒരു കാര്യത്തെക്കുറിച്ചും പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കരുത്. ഇതായിരുന്നു അച്ഛൻ ഈ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യം. അപ്പം ആ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് മക്കളോട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് ദൂരെ അകലെ ആയിട്ട് ഒരു പിയർ ട്രീ ഉണ്ട്, ആ മരത്തിൽ പോയി കുറച്ച് ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത പാരഗ്രാഫ് ഒക്കെ. The first son went in the winter, the second in the spring, the third in summer, and the youngest son in autumn. അപ്പോൾ ഓരോ ചെറുക്കന്മാരും ഓരോ മക്കളും ഓരോ ക്ലൈമറ്റിൽ അല്ലെ ഓരോ സീസണിലാണ് പോയത്. ആദ്യത്തെ മകൻ പോയത് വിന്ററിൽ പോയി, രണ്ടാമത്തെ മകൻ പോയത് സ്പ്രിങ്ങിൽ പോയി, മൂന്നാമത്തേവൻ സമ്മറിലും, നാലാമത്തേവൻ ഓട്ടം സീസണിലുമാണ് പോയത്. When they had all gone and returned, he called them together to describe what they had seen. അപ്പം 4 പേരും പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മക്കളെ നിങ്ങളെല്ലാം ഇങ്ങനെ വന്നേ, നിങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് എന്താണ്, അല്ലെങ്കിൽ ആ മരത്തിൻ്റെ അവസ്ഥ എന്താണ്, ഇതൊന്ന് പറയാൻ പറഞ്ഞു. The first son said that the tree was ugly, bent and twisted. അപ്പോൾ ആദ്യത്തെ മകൻ പറഞ്ഞു, ആദ്യത്തെ മകൻ പോയത് വിന്റർ സീസണിലാണ്. വിന്റർ എന്ന് പറഞ്ഞാൽ കൊടിയ തണുപ്പുള്ള സമയമാണ്, മഞ്ഞ് വീഴുന്ന സമയമാണ്. ആ സമയത്ത് ഒരു മരവും, എല്ലാ മരത്തിലും മഞ്ഞായിരിക്കും മൂടിയിരിക്കുന്നത്. അപ്പം അതിന് ഒരു ലൈഫ് ഇല്ലാത്ത സമയമായിരിക്കും, അതൊരു സ്ലീപ്പിംഗ് സ്റ്റേജിലായിരിക്കും ആ സമയത്ത് മരങ്ങൾ. അപ്പോൾ ആദ്യത്തെ മകൻ എന്താ പറഞ്ഞത്, ആ മരം ഭയങ്കര വൃത്തികെട്ട അഗ്ലി, വളഞ്ഞിരിക്കുക, ബെൻഡായിട്ടുള്ള, ട്വിസ്റ്റഡ് ആയിട്ട് വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞൊക്കെ ഇരിക്കുന്നൊരു അഴുക്ക മരമാണ്. The second son said it was covered with green buds and full of blossoms that smelled so sweet and looked so beautiful. അപ്പോൾ രണ്ടാമത്തെ ചെറുക്കൻ പോയത് സ്പ്രിംഗ് സീസണിലാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല അങ്ങനെയല്ല അച്ഛാ, ആ മരം ഭയങ്കര ഗ്രീനായിട്ടിരിക്കുകയായിരുന്നു. കാരണം ഒത്തിരി ഇലകളും ഒത്തിരി പൂക്കളും അതിൻ്റെ മൊട്ടുകളും ബഡ്സും, ബ്ലോസംസ് എന്ന് പറഞ്ഞാൽ പൂക്കളാണ്, പൂക്കളും എല്ലാമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ മരം ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു സൈറ്റ്, ഇത്രയും നല്ലൊരു സീനറി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് രണ്ടാമത്തെ പറഞ്ഞത്.
The third son disagreed with all of them. He said it was ripe and drooping with fruit, full of life and fulfillment. അപ്പോൾ മൂന്നാമത്തവൻ പോയത് എപ്പോഴാണ്? സമ്മർ സീസണിൽ അല്ലേ? അപ്പം മൂന്നാമത്തവൻ പറഞ്ഞു ഇല്ല നീ ചേട്ടന്മാർ പറഞ്ഞ എല്ലാം തെറ്റാണ്, ഞാൻ കണ്ട ട്രീയിൽ അല്ലെ ഞാൻ കണ്ട മരം നിറയെ കായ്കളായിരുന്നു, നിറച്ചു ഫലമായിട്ട് നിൽക്കുന്ന, അതിങ്ങനെ ഇതിൻ്റെ വെയിറ്റ് കാരണം, അതായത് ഈ പഴങ്ങളെല്ലാം ഉണ്ടായിട്ട് അതിൻ്റെ വെയിറ്റ് കാരണം അതിങ്ങനെ വളഞ്ഞ് ഡ്രൂപ്പിങ് തന്നെ വളഞ്ഞ് നിൽക്കുമായിരുന്നു. നിങ്ങളെല്ലാം പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞു. The fourth son disagreed to all and said that the tree was covered with red leaves and the floor was carpeted with golden leaves. അപ്പം നാലാമത്തവൻ പോയ സമയത്താണ് ഓട്ടം സീസണിൽ. അപ്പം നാലാമത്തെ ചെറുക്കൻ പറഞ്ഞു ഇല്ല ചേട്ടന്മാർ 3 പേരും പറഞ്ഞ തെറ്റാണ്, ആ മരത്തിൽ നിറയെ ഗോൾഡൻ കളറിലെ ലീവ്സ് ആണ്. കാരണം ഇലയെല്ലാം പഴുത്ത് വീഴാറായിരിക്കുന്ന സമയത്തിനാണ് ഗോൾഡൻ കളറിലെ ലീവ്സ് എന്ന് പറയുന്നത്, അല്ല മഞ്ഞ കളറിലെ ലീവ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം തറയിലെല്ലാം റെഡ് ലീവ്സ് ഈ പൊഴിഞ്ഞ് വീണിട്ട്, ഇലയെല്ലാം പൊഴിഞ്ഞ് വീണിട്ട് തറയിലെല്ലാം ഇങ്ങനെ റെഡ് കാർപ്പറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇല പൊഴിയുന്ന സമയത്താണ് ആ ചെറുക്കൻ പോയത്. The man then explained to his sons that they had each seen one season in the tree's life. He told them that they could not judge a tree or a person by only one season, but could only be measured at the end when all the seasons were up. അപ്പം അച്ഛൻ എന്താ പറഞ്ഞെടുത്ത്, മക്കളെ നിങ്ങളെല്ലാം പറഞ്ഞ സത്യം തന്നെയാണ്, നിങ്ങൾ 4 പേരും പറഞ്ഞ സത്യമാണ്. പക്ഷെ അതിൻ്റെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നിങ്ങൾ ഓരോരുത്തരും പോയ ഓരോ സീസണിലാണ്. അപ്പം ചേട്ടന്മാർ കണ്ടത് മനിയന്മാർ കണ്ടത് എല്ലാം തന്നെ സത്യമാണ്. പക്ഷേങ്കിൽ നമുക്കൊരു ആളെ അല്ലെങ്കിൽ ഒരു ട്രീയെ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് ഒരു സീസണിൽ മാത്രം കണ്ടാൽ പോരാ. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു ട്രീയുടെ മുഴുവൻ ഒരു ഇയറിലെ മുഴുവൻ അല്ലെങ്കിൽ ഒരു വർഷത്തെ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മരത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം പെട്ടെന്നൊരു കാര്യത്തെക്കുറിച്ചും ചാടിക്കേറി ഒരു ജഡ്ജ്മെന്റ് എടുക്കാതിരിക്കുക എന്നാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. If you give up when it's winter, you will miss the promise of your spring, the fulfillment of your summer, beauty of your autumn. അപ്പം മക്കളെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നിനക്ക് വിന്റർ സീസൺ എന്തിനാന്ന് വെച്ചാൽ ഈ ചെടിക്ക് അതിൻ്റെ റെസ്റ്റിംഗ് ടൈമാണ്. അടുത്ത സീസണിൽ, അതായത് വിന്റർ കഴിഞ്ഞ് അടുത്ത് വരുന്നത് സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് സീസണിൽ വളരെയധികം പൂക്കളും ഇലകളും ഒക്കെ ആയിട്ട് വളരെയധികം തഴച്ചു വളരേണ്ട സമയമാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ മനുഷ്യജീവിതം. ചെറിയ പ്രായം, അതാണ് നമ്മൾ വിന്റർ സീസൺ എന്ന് പറയുന്നത്. വിന്റർ സീസണിൽ നമുക്ക് ഓർക്കും സ്കൂളിൽ പോകണം, പഠിക്കണം, കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഒത്തിരി ചിന്തകളുണ്ട്. പക്ഷെ അത് നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു റെസ്റ്റിംഗ് പീരീഡാണ്. നമ്മൾ അന്നേരം ശരിക്കും നമ്മുടെ മാക്സിമം ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് നമ്മൾ കുറേ കഷ്ടപ്പെട്ട് നമ്മൾ അറിയാൻ വരാത്ത വിഷയങ്ങളൊക്കെ കുത്തിയിരുന്ന് പഠിച്ച് ഒക്കെ ആണ് നമ്മൾ ആ ഒരു സീസൺ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിന്റർ സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ പ്രായം. അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് സീസൺ. നമ്മുടെ ആ പഠിച്ച കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മളൊരു വലിയ ജോലിയൊക്കെ നേടി നമ്മൾ കൂടുതൽ ഉയരത്തിലൊക്കെ എത്തി. അതാണ് നമ്മുടെ വിന്റർ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? സമ്മർ സീസൺ. സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇത്രയും നാളും ചെയ്ത ജോലികളിൽ നിന്നൊക്കെ നമുക്ക് ഫലം കിട്ടാൻ തുടങ്ങുന്നു. ആദ്യം ജോലി അങ്ങോട്ട് ചെയ്ത ഉടനെ അങ്ങ് വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നും നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ വലിയ വലിയ ഉയരങ്ങളിൽ ആദ്യം തന്നെ എത്തത്തില്ല അല്ലേ? പൈസ മാത്രമല്ല ജീവിതത്തിൽ അല്ലെങ്കിൽ ജോലി കൊണ്ട് നേടുന്നത്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ ആ പഠനം ഒന്നും തന്നെ നമ്മൾ ഒരു നിമിഷം കൊണ്ട് നമ്മൾ പഠിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ ഈ നമ്മൾ ഗ്രോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ പഠിക്കും. പിന്നെ അടുത്ത എന്താണ്, നമ്മളുടെ ബ്യൂട്ടി ഓഫ് ഓട്ടം. ഓട്ടം സീസൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രായം ചെന്ന സമയമാണ്, അല്ലെങ്കിൽ പ്രായാധിക്യമാണ്. അപ്പം നമ്മൾ ഇത്രയും നാളും ചെയ്ത എല്ലാ പ്രവർത്തികളുടെയും ഫലം, നല്ലത് ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ ചീത്തയെ പഠിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഫലം അനുഭവിക്കുന്നത് ആ ഒരു ഓട്ടം സീസണിലാണ്. അപ്പം നമ്മൾ ഇതെല്ലാം തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് അച്ഛൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഹി സെഡ്, don't judge a life by one difficult season.
Don't let the pain of one season destroy the joy of all the rest. അപ്പോൾ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും കഷ്ടപ്പാടുകൾ വരും. ആ ഒരൊറ്റ കഷ്ടപ്പാട് കൊണ്ട് എന്താണ് നമ്മുടെ ജീവിതം മുഴുവനും, എൻ്റെ ജീവിതം മുഴുവൻ അഴുക്കാണ് എന്ന് ചിന്തിക്കരുത്. പക്ഷേ അടുത്ത സീസണിൽ നമുക്കൊരു ഉയർച്ച വരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം എന്നാണ് അച്ഛൻ മക്കളെ പഠിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സമ്മറി. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നോക്കാവേ. Where did the man send his sons to learn the lesson of life? എവിടാണ് മക്കളെ അയച്ചതെന്നാണ്, ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാനായിട്ട് മക്കളെ എവിടാണ് അയച്ചത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് അകലെയായിട്ട് to go and look at a pear tree that was a great distance away. The father sent the sons to a great distance away to look at a pear tree. അതാണ് ആൻസർ. How did the second son describe the tree? അപ്പോൾ സെക്കൻഡ് സൺ ഏതായിരുന്നു? സ്പ്രിംഗ് സീസണിൽ പോയ സണ്ണാണ് സെക്കൻഡ് സൺ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സൺ എന്ന് പറഞ്ഞ് അവൻ എങ്ങനെയാണ് ഈ ട്രീയെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ദ ട്രീ വാസ് full of green buds and blossoms that smell so sweet and look so beautiful. അല്ലേ? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? It was the most graceful sight he have ever seen. ഓക്കെ, അയ്യെന്നെ പറയല്ല, ഹീ എന്ന് തന്നെ പറയണം. How was the tree in autumn season? അടുത്ത ഏതായിരുന്നു? ഇത് നാലാമത്തെ മകൻ പോയതായിരുന്നു ഓട്ടം സീസണിൽ. The tree was covered with red leaves and the floor was carpeted with golden leaves. അത് അങ്ങനെ എഴുതി വെച്ചാൽ മതി. What made the father say that no one can judge a tree by only one season? അപ്പം എന്തുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഒരു ട്രീയെ നമുക്ക് ഒറ്റ സീസൺ കൊണ്ട് നമുക്ക് അവനെ ജഡ്ജ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് അച്ഛൻ പറഞ്ഞതെന്നാണ്, അതിനാണ് ചോദ്യം. അപ്പം എന്താണ് കാര്യം? He told them that they could not judge a tree or a person by only one season, അല്ലേ? But could only be measured at the end when all the seasons were up. So the father advised the sons not to judge a tree by one season because we will not be able to get a full idea of the tree if you are seeing or if you are judging a tree just by one season. What message did the father give his sons? Okay, എന്താണ് ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ്, അല്ലെ അച്ഛൻ മക്കൾക്ക് കൊടുക്കുന്ന ആ മെസ്സേജ് എന്താണെന്നാണ് ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഡോണ്ട് ജഡ്ജ് യുവർ ലൈഫ് ബൈ വൺ ഡിഫിക്കൽട്ട് സീസൺ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മെസ്സേജ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അത് ഇൻവെർട്ടഡ് കോട്ട്സ് ഇട്ടിട്ട് ഈ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ലൈൻസ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ prepare a profile of William Wordsworth using the hints given below. Use appropriate linkers wherever necessary. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒരു ജീവചരിത്രം ആയിട്ടാണ് നമ്മളിവിടെ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രൊഫൈലാണ് എഴുതേണ്ടത്. അപ്പോൾ അതിനുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ തന്നിരിക്കുന്നുണ്ട്. അതായത് ബോൺ, എവിടെ ജനിച്ചു, ഫേമസ്, എങ്ങനെയാണ് അദ്ദേഹം വളരെ ഫേമസ് ആയത്, നോട്ടബിൾ വർക്ക്സ് ഏതൊക്കെയാണ്, ടൈറ്റിൽ, മൂവ്മെൻറ്റ്, ഡയഡ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലിങ്കിങ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ഫുൾ സെൻറ്റൻസ് ആയിട്ട് എഴുതണം. അപ്പം എങ്ങനെ എഴുതി തുടങ്ങാം? വില്യം വേർഡ്സ്വർത്ത്, ദ ഫേമസ് പോയറ്റ്, വാസ് ബോൺ ഓൺ April 7, 1770, കോക്ക്മോത്ത്, ഇംഗ്ലണ്ട്. ഓക്കെ, അത്ര എഴുതുക. ഇനി അടുത്ത ഫേമസ് ആസ് എന്ന് പറഞ്ഞിട്ട് വൺ അമംഗ് ദി ട്രയോസ് ഓഫ് റൊമാൻറ്റിക് റെവല്യൂഷൻ ഇൻ പോയട്രി എന്നുള്ളതല്ലേ അടുത്ത് തന്നിരിക്കുന്നത്. He's famous as one of the trios of romantic revolution in poetry. അത് he is എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. അതാണ് നമ്മളവിടെ ലിങ്കിങ് വേർഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നോട്ടബിൾ വർക്ക്സ്. The famous അല്ലെങ്കിൽ the notable works of William Wordsworth or his notable works എന്നല്ല, his notable works are എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിരിക്കുന്ന വർക്ക്സിൻ്റെ എല്ലാ പേര് എഴുതുക. അത് കഴിഞ്ഞിട്ട് he was awarded with the title of Poet Laureate in the year 1843 to 1850.
he was awarded with the title of എന്ന് പറഞ്ഞിട്ട് എഴുതണം. പിന്നെ ഇനി അടുത്തത് തന്നെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റൊമാൻറ്റിസിസം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹി ഈസ് ഫേമസ് ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് റൊമാൻറ്റിസിസം along with his friend Coleridge. ആ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാമെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ വിടുക, ആ വാക്കുകളൊക്കെ വിടുക. ഇവിടെ തന്നിരിക്കുന്ന മാത്രമേ എഴുതിയാലും മതിയാകും. എക്സ്ട്രാ ആഡ് ചെയ്യാൻ അറിയാമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എഴുതാണെങ്കിൽ ഹീസ് ഫേമസ് ഓർ the most famous movement of romanticism is a novel creation by William Wordsworth and his friend Coleridge. പിന്നെ died എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വർഷമുണ്ട്. He passed away in the year 1850 on April 23 when he was of the age of 80 at Westmoreland in England. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. മെയിൻ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സ് അല്ലെങ്കിൽ എല്ലാ പോയിന്റ്സും തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. ജസ്റ്റ് ലിങ്കിങ് വേർഡ്സ് മാത്രം മതി. അതായത് കൺജങ്ഷൻസ് ആകാം, ചിലപ്പം നമുക്ക് ചില പ്രൊനൗൺസ്, ഇവിടെ പ്രൊനൗൺസ് ഒന്ന് യൂസ് ചെയ്താണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ പ്രൊനൗൺസ് യൂസ് ചെയ്ത് ഓരോ സെൻറ്റൻസ് ആയിട്ട് കണക്ട് ചെയ്ത് എഴുതാം. ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ മതിയാവും എക്സ്ട്രാ ആയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇനി അടുത്ത പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 17 to 18 ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യനും കാണുകയാണ്. The boy in the story Adventures in a Banyan Tree had a wonderful experience during his vacation. He narrated the events to his friends. Prepare the likely narrative. ഇത് 7 മാർക്കിൻ്റെയാണ് നറേറ്റീവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം വലുപ്പത്തിൽ നിന്ന് വേണം അല്ലേ. അപ്പം നമുക്ക് ഹിൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണത് കൊടുക്കേണ്ടത്? ഇതിൻ്റെ അതൊരു നറേറ്റീവാണ് എഴുതേണ്ടത്. Old banyan tree, favorite domain, friendship with squirrel, hot summer, making platform for reading, fight between mongoose and the snake, supporters of mongoose, friendship of white rat and grey squirrel എന്ന് പറഞ്ഞിട്ടാണ് ഹിന്ദികൾ നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു നറേറ്റീവ് എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ the story Adventures in a Banyan Tree has a narrator, or the narrator of the story Adventures in a Banyan Tree is a small boy, can be even the author himself. There was an old banyan tree in his grandfather's house, and the tree was the favorite domain of this boy. He started having friendship with a squirrel അത്ര എഴുതുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് എഴുതുക. During hot summer, he used to make platform on the tree for him to sit and read books. One day when he was sitting on the tree, the branch of the tree or on the platform of the tree and reading the books during one summer day, he saw the fight between a mongoose and a snake for the first time. Then, so it was a very the supporters of mongoose. Okay, so there were so many people, or there were so many onlookers for the fight, and there was a myna, there was a crow, and the crow and the myna was so interested in the quarrel between the mongoose and the snake. So they started flying nearby the snake and the mongoose, and in one such flight, the crow was badly stung by the snake. The snake fell down by the during the fight of the attack of the mongoose was so dangerous, and the snake was killed during the fight. അത് കഴിഞ്ഞിട്ട് എന്താണ് അതും കൂടെ പറയണം. പക്ഷെ അതിവിടെ പറഞ്ഞിട്ടില്ല ആരാണ് ജയിച്ചത്. ദി മംഗൂസ് വൺ ദി ഫൈറ്റ് എന്നുള്ള കാര്യം കൂടെ പറയാം. ഫ്രണ്ട്ഷിപ്പ് ഓഫ് വൈറ്റ് റാറ്റ്
and grey squirrel. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ and there was a very strange thing happened in the family. There was the birth of the white squirrels, the 3 white squirrels which were born because of the friendship between the white rat and the grey squirrel. അപ്പോൾ അത്രയും കാര്യം കൂടെ എഴുതുക. ഇനി അടുത്തേ പറഞ്ഞാൽ Satyajit Ray made elaborate preparations for the shooting of a scene with the tiger in his film Gopi Gain Bhaga Bain. In the light of the reading of the memoir, Project Tiger prepared a write-up on the difficulties faced by Ray in the making of the film. അപ്പം ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, ഹിന്റുകൾ തന്നിട്ടുണ്ട്. Meeting with Thorat, travel to Onam Gram, large crowd gathered, tiger's violent behavior, tiger walks in the grove, dim light, second shooting at Calcutta, successful. ഇത്രയും കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇതിനൊരു റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് സത്യജിത് റേ while shooting the film Gopi Gain Bhaga Bain, the famous director Satyajit Ray was in need of a tiger for the shooting. So he wanted a tiger which is a trained tiger. So he went and met the circus. He went to the circus and he got the help of this got the help from the ringmaster, Mr. Thorat. So then the ringmaster, Mr. Thorat, came up with 2 tigers for the shooting. But there was a very large crowd and they travelled. Mr. Thorat, along with the tigers, they travelled in a track to Northern Gram, where the shooting is, or where is the shooting location. And when they reached, there was a large crowd to see the shooting. So this tiger was so frightened and so disturbed. The tiger so violently behaved at the crowd. The tiger pranked at the crowd and all the crowd dispersed. The crowd dispersed and the shooting ground was free of any visitors or any audience. പിന്നെ അടുത്ത് പറയുന്നത് tiger walks in the grove. Okay. So then the tiger started walking in a mighty way. The tiger started walking in the grove, in the bamboo grove. It started walking. It was after the shooting, when they checked the video or output of the video, the light was very dim and it was not visible, or the tiger was not visible. So the crew of this film, or Satyajit Ray along with his crew, had to have a second shooting, and again they requested Mr. Thorat, and again a second shooting was conducted at Calcutta, and the second time the shooting was successful and the output was great. That's the answer to 18th question. Okay, next one. Questions 19 to 21. Answer any 2 of the following questions. The boy was excited to see the thrilling fight between the snake and the mongoose. That night he wrote his feelings in his diary, prepared the likely diary entry. But diary entry, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഡയറി എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഡയറി എൻട്രിയുടെ ആ വീഡിയോയുടെ ലിങ്ക് നമുക്ക് ഇടാം, അത് നിങ്ങൾ പോയി കാണാം.